ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ജനുവരി 25 ലിജോ ജോസ് പില്ലിശ്ശേരി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ചിത്രമായിരുന്നു മലയക്കോട്ട് വാലിബൻ. തിയേറ്ററിലെത്തിയ സമയത്ത് ഈ സിനിമയ്ക്ക് നെഗറ്റീവ് റെസ്പോൺസാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. കാരണം ഈ സിനിമ അത്രയ്ക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. സിനിമ ഞാൻ തിയേറ്ററിൽ നിന്നല്ല ഞാൻ കണ്ടത്, സിനിമ ഞാൻ OTT വഴി എത്തിയപ്പോഴാണ് കണ്ടത്. സിനിമ കണ്ട എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഒരു റിവ്യൂവർ എന്ന നിലയിൽ നമ്മൾ എല്ലാവരുടെ അഭിപ്രായം ഒരുപോലെ ആയിട്ട് ഇരിക്കില്ല. പലർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുമായിരിക്കും. എന്നാൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. സിനിമ ഏകദേശം 2.5 മണിക്കൂറിൽ മേളുണ്ട്. സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് സിനിമയുടെ മേക്കിങ്ങും ആ ക്ലൈമാക്സ് രംഗങ്ങളും മാത്രമാണ്. ബാക്കി എല്ലാ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നല്ല ലാഗുള്ളൊരു സിനിമയാണ്. നല്ല ലാഗ് എന്ന് പറഞ്ഞാൽ എഴച്ചിൽ ഉറക്കമൊക്കെ വരും. കാരണം ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മേക്കിങ്, അത് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ രംഗങ്ങളും കിട്ടില്ല സംഭവം, എക്സ്ട്രീം ലെവൽ സംഭവം തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ലാസ്റ്റത്തെ ക്ലൈമാക്സ്, സിനിമ 2ാം ഭാഗമുണ്ട്, അത് ഇറങ്ങുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. അവിടെ തൊട്ടാണ് ലിജോ ജോസ് പില്ലിശ്ശേരി പണിയെടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഒരു നാടകത്തിനെക്കാട്ടും ദാരിദ്ര്യമായിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ആ നാടകം പിന്നെ ഫേന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയണം, ഇത് ഭയങ്കര എഴച്ചിലായിട്ട് അങ്ങ് പോകുന്നു. പക്ഷേ ഇതിൻ്റെ മേക്കിങ് നല്ല വൃത്തി അവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 60 കോടി ബഡ്ജറ്റാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ സ്ലോ മോഷൻ ഉണ്ട്, ഓവറായിട്ട് സ്ലോ മോഷനും വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് സ്ലോ മോഷൻ വെച്ചിരുന്നെങ്കിൽ ഇത്തുകൂടെ മികച്ച് നിൽക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരുപാട് സ്ലോ മോഷൻസ് ഉണ്ട് അനാവശ്യ സ്ഥലങ്ങളിലല്ല. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കൊള്ളാമെന്നുള്ള ഈ 2 കാര്യങ്ങളേ ഉള്ളൂ, ഈ ക്ലൈമാക്സും മേക്കിങ്ങും. പിന്നെ ആ വെടിവെപ്പൊക്കെ കിട്ടില്ല ഒരു ലിജോ ജോസ് പില്ലിശ്ശേരി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിഷ്വൽസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സിനിമയിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിഷ്വൽസും കിടിലുമാണ്. ഇതൊക്കെ എനിക്ക് സിനിമയിലൂടെ പറയാനുള്ളൂ. കാരണം വെച്ചാൽ ഒരു മലയക്കോട്ട് വാലിബൻ എന്ന് പറയുന്ന ഒരു മല്ലനെ ലിജോ ജോസ് പില്ലിശ്ശേരി ഒരു ക്ലാസിക്കലായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം, ഒരു മാസീവായിട്ട് ഒരു ഗാംഭീര്യമായിട്ട് ഇറക്കിയിരുന്ന ഈ കിടില ബ്ലോക്ക് ബസ്റ്റർ അടിക്കേണ്ട സിനിമയായിരുന്നു. പിന്നെ ബിസിനസ് ചെയ്തതും ഇവർ കറക്റ്റായിട്ടില്ല ചെയ്തത്. ഇവർ ഇങ്ങനെയൊക്കെ ഈ സിനിമ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് സിനിമയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഈ സിനിമയ്ക്ക് മാറ്റം ഉണ്ടാവും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വെച്ചാൽ ഞാൻ ഒരിക്കലും നിരാത്സാഹപ്പെടുത്തൂല. ഇപ്പോൾ എനിക്കിഷ്ടപ്പെടാത്ത സിനിമയാണെങ്കിൽ മറ്റൊരാൾ ഇത് കാണുമ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെടാതിരിക്കുക, അത് അയാളുടെ ചോയ്സ് ആയിരിക്കണം. എനിക്ക് ഈ സിനിമ നോക്കണമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ക്ലൈമാക്സും മേക്കിങ്ങുമാണ് എനിക്ക് ഇത് സിനിമയിൽ ആകെപ്പാടെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത്ര എനിക്ക് മലയക്കോട്ട് വാലിബിനെ കുറിച്ച് പറയാനുള്ളത്. ഡ്രാമയ്ക്ക് ഇഷ്ടപ്പെടുന്നവരെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ സിനിമയുടെ മലയക്കോട്ട് വാലിബൻ. പിന്നെ നല്ല മേക്കിംഗ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. പിന്നെ ലാലേട്ടൻ്റെ അഭിനയം, മോഹൻലാലിൻ്റെ അഭിനയം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത അഭിനയം തന്നെ. കാരണം വെച്ചാൽ അഭിനയത്തിന് അദ്ദേഹം താഴോട്ട് പോയിട്ടില്ല. കാരണം നല്ലൊരു ഡയറക്ടറിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം കിട്ടിലോയിട്ട് തന്നെ വരേണ്ടിയിരിക്കുന്നു. കാരണം വെച്ചാൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ലിജോ ജോസ് പില്ലിശ്ശേരിക്ക്. കാരണം സാധാരണ ഇങ്ങനെ ഇറക്കുന്നതല്ല, എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഏറ്റവും കൂടുതൽ ആ പ്രതീക്ഷിച്ചിരുന്നു ഒരു മോഹൻലാൽ സിനിമയ്ക്കും. അതിനേക്കാളും ഇതിലെ സംവിധായകനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ജനങ്ങൾ. അപ്പം ഇങ്ങനെ എന്ത് കാണിച്ചിട്ടെന്നും പറയാൻ പറ്റത്തില്ല. ക്ലൈമാക്സ് രക്ഷയില്ല, ഒരു അടിപൊളി സംഭവം തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 2nd പാർട്ടിന് കാത്തിരിക്കേണ്ട വക ആ ക്ലൈമാക്സേ ഉണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ 2ാം ഭാഗം ഇറക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മലയക്കോട്ട് വാലിബിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.